ഒരാളെ ബർത്ത്ഡേ ആയിട്ട് കുളിച്ചിട്ടില്ല ഒന്നുമില്ല. അപ്പോൾ ആളുടെ അടുത്തോട്ട് ചെന്നുകൊണ്ട് ആളെ കുളിപ്പിക്കാനായിട്ട് ഞാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ആൾ കുളിക്കൂല, മടി പിടിച്ച് കിടക്കുകയാണ്. ഇന്ന് ബർത്ത്ഡേ ആണ്, നല്ലൊരു ദിവസത്തോടെ എന്നിട്ട് കുളിക്കാണ്ടിരിക്കുകയാണ്. മോനെ ബർത്ത്ഡേ ആയിട്ട് കുളിച്ചിട്ടില്ല, അപ്പോൾ കുളിപ്പിക്കണം. കുളിപ്പിക്കാൻ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി തേച്ചൊരച്ച് കുളിപ്പിക്കാൻ പോവുകയാണ്. വാ വെളിച്ചെണ്ണയൊക്കെ വേണ്ടല്ലേ കഴുത്തൊക്കെ നല്ല വെളുത്ത കഴുത്തൊക്കെ കറുപ്പിച്ച് എനിക്ക് ബർത്ത്ഡേ ആയിട്ട് ഒരുത്തും കുളിച്ചിട്ടില്ല, അപ്പം അമ്മ കൊണ്ടുവന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ തേക്കാണ്. കിടക്കണോടത്തുണ്ടെന്നാണ് വെളിച്ചെണ്ണ തേക്കണത്. കുഞ്ഞൂസേ എടാ എടാ എഴുന്നേറ്റടാ, നീ എന്താ കുളിക്കാത്തന്ന്? നീ എന്താ കുളിക്കാത്ത? ജനിച്ച സമയത്തേ അവര് കുഞ്ഞായിരുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും വന്ന് എന്നെ കുളിപ്പിച്ചാ? അവര് കുളിപ്പിക്കും. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ജനിച്ചോടെ നിങ്ങളുടെ ബൈക്കിൽ വന്ന സമയത്ത് എന്നെ കുളിപ്പിച്ചിട്ടാണ് എടുക്കണത്. കുളിപ്പിച്ചിട്ട് നമ്മുടെ എടാ കുളിപ്പിക്കും. അവര് കുളിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിൽ തുണിയിൽ ഞാനൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ അവര് പ്രസവിച്ച് കഴിയുമ്പോ അവര് കുളിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിൽ പൊതിഞ്ഞത്. അത് വെറുതെ അല്ല, അണ്ടേപ്പാടം ഇങ്ങോട്ട് കഴിയൂല. തുണി വെച്ച് തുടക്കാണ്. എന്റെ തുണി വെച്ച് തുടച്ചോ? കുളിപ്പിക്കണ്ട. എടാ ജനിച്ച സമയത്തെ അവരെ ചോരയൊക്കെ തുടച്ച് കളയും. ചോരയൊക്കെ തുടച്ച് നല്ല അടിപൊളിയാക്കി വെള്ളമൊക്കെ തൊട്ട് ചോരയൊക്കെ തുടച്ച് കളഞ്ഞിട്ടാണ്. ഇത്ര വലുതായിട്ടില്ലേ അമ്മയാണ് അവനെ കുളിപ്പിക്കണേ. അമ്മ കുളിപ്പിച്ചാലാണ്. ഇന്ന് ഇത്രയും വലുതായിട്ട് അമ്മ എന്നെ കുളിപ്പിക്കാറില്ല. പക്ഷെ മോന് ഇത്രയും വലുതായിട്ട് കഴുത്ത് തേച്ച് കൊടുക്കുക, പുറം തേച്ച് കൊടുക്കുക. എന്നെ അമ്മ പുറമൊന്നും തേച്ച് തരാറൊന്നുമില്ല. മോന് ഇത്രയും വലുതായിട്ട് കഴുത്തും പുറമൊക്കെ ദുബായിന്ന് വന്നതിന് ശേഷം അമ്മ മര്യാദയ്ക്ക് കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, തേച്ചൊരച്ച് കുളിക്കാത്തതെന്നൊക്കെ പറഞ്ഞോണ്ട്. എഴുന്നേക്കുഞ്ഞു കുളിക്കാൻ മടിയുള്ളവൻ. ബർത്ത്ഡേ ആയിട്ട് കുളിക്കണില്ല, നാണാവൂലേ? പിന്നെയും കുളിക്കാണ്ട് ഇവിടെ ഇരിക്കണ്ടാ. അമ്മ എടുക്കമ്മേ, അമ്മ വലിച്ചുണ്ടാമേ, വലിച്ചുണ്ടോ വലിച്ചുണ്ടോ. അതുകൊണ്ട് അടിക്കരുതട്ടാ. വായിച്ചുണ്ടോണം ബാത്റൂമിലോട്ട്. കുളിക്കാത്തവൻ വായിച്ചുണ്ടോണം. അമ്മ അതേ എണ്ണ തേപ്പിച്ച കൊടുക്കണം. ഉച്ച സമയം നേരം വൈകുന്നേരമായി. പിന്നെ കുഞ്ഞാവല്ലേ, പനി വരാനായിട്ട് കുഞ്ഞാവല്ലേ. അവിടെ നല്ല വൃത്തിയായിട്ട് വിളിക്കും. അവനോട് ചോദിച്ചു ഏറ്റവും വൃത്തിയുള്ള എനിക്കാണ്. അവന്മാര് എത്രയായാലും വീഡിയോയിൽ ഇത് കാണൂല, അവന്മാര് കമന്റ് ഇട്ടോളൂ ഏറ്റവും വൃത്തി ഉണ്ടോ ഇല്ലയോന്ന്. ഷാൽബിനെ അംബ്രോസ് ഈ വീഡിയോ കാണാണെങ്കിൽ കമന്റ് ഇടണേ. സുബി സുബിക്ക് ആരുടെ ഭംഗിയാണ് കിട്ടിയേക്കണേ? അമ്മയുടെ ഭംഗിയാ. അപ്പൊ എനിക്കാ സുബി എപ്പോഴും പറയും എനിക്ക് എന്റെ അമ്മയുടെ സൗന്ദര്യമാണ് കിട്ടിയാണ്, എനിക്ക് എന്റെ അമ്മയുടെ സൗന്ദര്യമാണ് കിട്ടിയേക്കുന്നത്. പിന്നെ
ഞാൻ എന്തിനാണ് കുളിക്കണത്? എന്തിനാ കുടിക്കുന്നത്? തഴുക്ക് പോകണം നമുക്ക് ശരീരത്തിൽ. ബർത്ത്ഡേ ആവുമ്പോ എന്നെ ജനിച്ചതാണ് തന്നെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ ഞാൻ കുളിപ്പിക്കും? കുളിക്കാത്തുള്ള കുഞ്ഞൂസിനെ ആ വായിച്ചെടുത്ത് കുളിമുറിയിലോട്ട് കയറ്റണം, എന്നാലാണ് കുഞ്ഞൂസ് കുളിക്കുള്ളൂ. രാരാ ജക്ക ജക്ക രാരാ. കുഞ്ഞൂസേ ബാത്റൂമിലോട്ട് പോരെ കുഞ്ഞൂസേ. അറിയാത്ത ആൾക്കാരാണ് എനിക്ക് ഒരുപാട് പേര് എന്നെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്. എനിക്ക് നിന്റെ ഫാൻസ് ആടോ അതൊക്കെ? എന്താ അറിയാത്ത തോരും പേരടിക്ക് ശരിയാക്കി ഞാൻ കണ്ടിട്ടില്ല. നിന്റെ ഫാൻസ് ആണോ അതൊക്കെ? കുളിക്കാത്ത ചെക്കൻ്റെ ഫാൻസാണ് അതൊക്കെ. ഇവിടെയൊക്കെ മൊത്തം അഴുക്ക് പിടിച്ചിടക്കാണ്. അപ്പം ഒന്ന് തുടയ്ക്കണം. അപ്പം അമ്മ എന്നോട് ചോദിച്ചു അമ്മയും കുളിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാനും കുളിച്ചിട്ടില്ല, എനിക്കിതൊക്കെ തുടച്ചിട്ട് വേണം കുളിക്കാനായിട്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തുടച്ചു കൊടുക്കാം, മേലേക്ക് ഞാൻ തുടച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അടിയിൽ സ്റ്റെപ്പൊക്കെ അമ്മയോട് തുടയ്ക്കാൻ പറഞ്ഞു, എന്നിട്ട് വേണം കുളിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇനി തുടയ്ക്കാനുള്ള ക്ലീനിങ്ങിലോട്ട് കിടക്കട്ടെ. അമ്മനോട് ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് അടിച്ചാ ഇവിടേക്കൊന്ന് അടിച്ചിട്, ഞാൻ തുടച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇനി അടിക്കാനായിട്ട് ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടിച്ചിട്ടിട്ട് ഞാൻ തുടച്ചു കൊടുക്കാം. അമ്മതേ അടിക്കാനായിട്ട് ചൂലും കൊണ്ട് വന്ന് അമ്മ അടിക്കാണ്. ലൂസി പെണ്ണ് കുളിക്കാൻ മടിയായതുകൊണ്ട് ഓടാൻ പോയിട്ടാ കണ്ട അമ്മ കുളിപ്പിക്കണൊക്കെ കുഞ്ഞു പിള്ളേരെ. അമ്മ ലൂസിയുടെ കുളി കഴിഞ്ഞിട്ട് ഇനി ആരുടെ കുളിയാണ്? സുബിയുടെ കുളി. അമ്മ ഞാനാ? ആ സുബിനെ കുളിപ്പിക്കാനായിട്ട് ആവശ്യമുണ്ടോയാണ് ബാത്റൂമിലോട്ട്. ലൂസിയുടെ മേത്തോട്ടെ കൈ കൊണ്ടല്ലേ സുബിന്റെ മേത്ത് പറഞ്ഞ. പട്ടിയുടെ രോമന തലയിൽ കൈ കഴിയേ. ലൂസി പെണ്ണ് കുളിയും കഴിഞ്ഞിട്ട് കരയാണ്. അമ്മ മോനെ കുളിപ്പിക്കാനായിട്ട് ചകിരിയൊക്കെ എടുക്കണം. തേച്ചുരച്ചാണ് കുളിപ്പിക്കണത്. വെളിച്ചെണ്ണയൊക്കെ പറ്റി തേച്ചുരച്ച്. പണ്ട് കുഞ്ഞു പിള്ളേരായിരുന്നപ്പോൾ ഞങ്ങൾ കുളിപ്പിക്കുമായിരുന്നു, അതേപോലെയാണ് കുളിപ്പിക്കണത് ഇപ്പോഴും. നായകൻ കുളിക്കാനായിട്ട് ഇറങ്ങി. ഓ ചകിരിയുടെ ഇതൊക്കെ കളയണം, സോഫ്റ്റ് ആക്കണ ചകിരീനെ. നായകനെ കുളിപ്പിക്കാൻ പോകണതേ. നായകൻ കുളിക്കാനായിട്ട് ഇറങ്ങി. സോപ്പിലെണ്ണ കുളിക്കാൻ പോണേ. പട്ടിയുടെ ഒപ്പം എന്നെ കുളിപ്പിക്കണ്ടാന്ന്. ബാത്റൂമിൽ പട്ടിനെ കുളിപ്പിക്കാനായിട്ട് ഏറ്റി ബാത്റൂമിലിട്ട് കുളിപ്പിക്കാണ്. അല്ല കുളി കഴിഞ്ഞവളാ, അവളവിടെ നിർത്തിയേക്കാണ്. അപ്പം പറയണേ പട്ടിയുടെ ഒപ്പം എന്നെ കുളിപ്പിക്കണ്ടാട്ടാന്ന്. കുഞ്ഞൂസിനെ അമ്മ കുളിപ്പിക്കണേ. ലൂസിയുടെ കുളി കഴിഞ്ഞ് ഇനി അടുത്ത കുഞ്ഞൂസിൻ്റെ കുളിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കുളിക്കണം. മൊത്തം കുളി സീനാണ് ലൂസിയുടെ കുളി കഴിഞ്ഞപ്പോൾ. ഉണ്ടാ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു അമ്മ. പുറമൊക്കെ ഇങ്ങനെ തേച്ചരച്ച് കുളിപ്പിക്കുമായിരുന്നു. ഇപ്പോഴും അത് തന്നെ. ദുബായിൽ പോയി വന്നപ്പോൾ ശരീരമൊക്കെ ഇരിക്കണ കാണുമായിരുന്നു. ഭയങ്കരമായിട്ട് മൊരിയൊക്കെ പിടിച്ച് ആകെ ഇതായി. എന്നിട്ട് അമ്മ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്ത് കുളിപ്പിച്ച്. കുഞ്ഞ് ചെറുപ്പത്തിൽ ഇതേപോലെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ നിർത്തിക്കൊണ്ട് അമ്മ ഇങ്ങനെ കഴുത്തൊക്കെ ഇങ്ങനെ തേച്ച് തരും. ഇപ്പോഴും അത് തന്നെ. പക്ഷെ എനിക്കിപ്പോൾ ചെയ്യാറില്ല കേട്ടോ, അവനാണ് ചെയ്ത് കൊടുക്കണേ. അവനാണ് കുളിക്കാൻ മടിയെന്ന്. ബക്കറ്റുമേക്ക് ഇരിക്കണം അമ്മയ്ക്ക് സൗകര്യത്തിന് വേണ്ടി. അങ്ങനെ കുഞ്ഞൂസിന്റെ കുളിസീൻ വൈറലായി.
കുറച്ച് ഡെറ്റോളൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് വേണം നമ്മൾ തുടയ്ക്കാനായിട്ട്. ഈ ഒരു ഇതുപോരമേ എനിക്ക് എന്തോരം ഡെറ്റോൾ ഒഴിക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. എനിക്ക് ഇഷ്ടമുള്ള ഒഴിക്കും, കുറേ ഒഴിക്കും. വീട്ടിൽ കോലിട്ട് നന്നായിട്ട് ഇളക്കി പിഴിഞ്ഞെടുക്കണം. ഡെറ്റോൾ ഒഴിച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. എന്ത് എടുക്കാമെന്നാവുന്നില്ല. കുഞ്ഞൂസേ ചെറുതായിരുന്നപ്പോൾ എൻ്റെ മടിയിൽ എപ്പോഴും വന്നിരിക്കുമായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോഴും. എൻ്റെ മടിയിൽ കയറി ഇരിക്കണുള്ളി. എന്താ എൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ടാണ് വീഡിയോ കാണുന്നത്. കുഞ്ഞൂസേ മടിയിലിരിക്കുന്നു. കുഞ്ഞു ചെറുപ്പത്തിൽ അവൻ എപ്പോഴും എൻ്റെ മടിയിലിരിക്കുമായിരുന്നു. അതേപോലെ വലുതായാലും അത് എൻ്റെ മടിയിലൊന്നിരിക്കും ഇങ്ങനെ. അതുകൊണ്ടാ സെക്കൻഡ് മദറാണെന്ന് ഞാൻ അവൻ്റെ മടിയിലൊന്നിരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായി ബർത്ത്ഡേ പോയി മടിയിലൊന്നിരിക്കുകയാണ്. ഇത്ര പ്രായമായിട്ടും നിങ്ങളുടെ അനിയന്മാരാരെങ്കിലും നിങ്ങളുടെ മടിയിലൊന്നും ഇങ്ങനെ ഇരിക്കുമോ? ഇരിക്കണേ കമൻറ്റ് ചെയ്യണേ.